കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് എങ്ങനെ പോയി വരാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഷിപ്പ് മാർഗവും ഫ്ലൈറ്റ് മാർഗവും നമുക്ക് ലക്ഷദ്വീപ് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഫ്ലൈറ്റിലാണ് ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം മുമ്പെങ്കിലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് വെക്കുക. എന്നാലേ കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ലഭിക്കുകയുള്ളൂ. സ്കൈ സ്കാനർ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ഫ്ലൈറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നും ഗോവ എയർപോർട്ടിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള അഫോർഡബിൾ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. എയർപോർട്ടിലെ ചെക്കിനും ബോർഡിംഗും ഒക്കെ ഈസിയാക്കാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഡിജി യാത്ര. ഡിജി യാത്രയിൽ നമ്മുടെ ബോർഡിംഗ് പാസ് ID പ്രൂഫും ഒക്കെ അപ്ലോഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എയർപോർട്ടിലെ ചെക്കിനും ബോർഡിംഗും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഡൊമസ്റ്റിക് എയർപോർട്ടിലും ഡിജി യാത്രയുടെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഷിപ്പിലാണ് ലക്ഷദ്വീപ് പോയി വരാൻ പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമേ നമുക്ക് ഷിപ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ പോർട്ടൽ വഴി നമുക്ക് ഷിപ്പ് ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. കേരള പോലീസിന്റെ പോൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തന്നെ PCC അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലക്ഷദ്വീപ് പോകുന്നതിന് ഒരു 2 മാസം മുമ്പെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വെക്കുക. ഏകദേശം 610 രൂപയാണ് എനിക്ക് PCC എടുക്കാൻ ചെലവായത്. പോൾ ആപ്പ് വഴി PCC അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലൈ ചെയ്ത ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയുടെ പ്രധാന ഒരു ഫാക്ടർ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ തന്നെയാണ്. സെപ്റ്റംബർ മുതൽ ഒരു മാർച്ച് വരെയാണ് ലക്ഷദ്വീപ് പോകാനുള്ള ബെസ്റ്റ് ടൈം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ എടുത്ത ശേഷം നമ്മുടെ സ്പോൺസറെ കൊണ്ട് നമുക്ക് പെർമിറ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾക്ക് ലക്ഷദ്വീപ് പോകാനുള്ള പെർമിറ്റും പാക്കേജും ഒക്കെ ചെയ്തു തന്ന ലക്ഷദ്വീപ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫുഡും സ്റ്റേയും ട്രാൻസ്പോർട്ടേഷനും ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും പിന്നെ ആക്ടിവിറ്റീസ് ആയിട്ട് സ്നോർക്ലിംഗ്, കയാക്കിംഗ്, ഗ്ലാസ് ബോട്ട്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് വന്ന എക്സ്ട്രാ ചിലവ് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ 3500 രൂപയാണ് ഒരാൾക്ക് ചിലവായത്. നിങ്ങൾ ലക്ഷദ്വീപ് വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ആക്ടിവിറ്റിയാണ്. ലക്ഷദ്വീപ് പോയി വരാനുള്ള ഏകദേശം ഒരു ബഡ്ജറ്റ് ഞാനിപ്പോ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പിന്റെ ഏകദേശ റേറ്റ് പറയാം. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഏകദേശം 10,000 രൂപ എനിക്ക് ചിലവായി. നിങ്ങൾ ഷിപ്പിലാണ് യാത്ര ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ സൈഡ് 2500 രൂപ മുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും ഫുഡും അക്കോമഡേഷനും ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നോൺ AC സ്റ്റേ ഉൾപ്പെടെ എനിക്ക് പാക്കേജിന് ചിലവായത് 11,000 രൂപയാണ്. പാക്കേജിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് സ്ക്യൂബ ഡൈവിംഗ് ആയിരുന്നു. സ്ക്യൂബ ഡൈവിംഗിന് വേണ്ടി ഏകദേശം 3500 രൂപയാണ് റേറ്റ് ആയത്. PCC എടുക്കാൻ 610 രൂപയാണ് ചിലവായത്. അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ 25,110 രൂപയാണ് എനിക്ക് ടോട്ടൽ ബഡ്ജറ്റ് ചിലവായത്. ലക്ഷദ്വീപ് ട്രിപ്പിന്റെ ഐറ്റിനറി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ ഫ്രം ഗോകുൽ.